അപ്പോൾ നമ്മൾ വട്ടവടയിലെ ഹണി മ്യൂസിയത്തിലാണുള്ളത്. ഇതിൻ്റെ അകത്തുണ്ട് ഫ്രീ പാർക്കിംഗ് ആണ്. വട്ടവട ഹണി മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് എൻട്രി ഫീ 50 രൂപയാണ്. കാർ പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട്. ഇവിടെ വരാൻ നേരത്ത് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. വാഷ്റൂം എല്ലാം പേയിങ് യൂസ് ആണ്. അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 മണി കഴിഞ്ഞാൽ നമുക്ക് വട്ടവടയിലേക്കുള്ള ചെക്ക് പോസ്റ്റ് കിട്ടും. അപ്പോൾ തിരിച്ചു പോകണവർ ഒരു 5 മണിക്ക് ഉൾക്കൊള്ളിച്ച് തിരിച്ചു പോകാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ അവർ വട്ടവടയിൽ വെച്ച് ചെക്ക് പോസ്റ്റിൽ പൂട്ടിക്കളയും. ഇതാണ് എൻട്രി. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാം. എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഗൈഡൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ഇതാണ്. അവർ വരുന്നതിനായിട്ട് മുമ്പേ നമുക്ക് ചെറിയൊരു കവറിങ് എടുക്കാം. കുട്ടികളായിട്ടൊക്കെ വരുമ്പോൾ നല്ലതാണ്. എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയാൽ. കുട്ടികളേക്ക് വരാൻ പറ്റിയുള്ള സ്ഥലമാട്ടത്. ഇതെന്ന് പറയുമ്പോൾ ഒരു ബീ ഹൈവ് ആണ്. ഇതിനകത്ത് 3 ടൈപ്സ് ബീസ് ഉണ്ടാവും. ഫീമെയിൽ ബീസ്, മെയിൽ ബീസ്, ക്യൂൻ ബീസ്. ഈ ഫീമെയിൽ ബീസ് ആണ് തേനും പൂമ്പൊടിയൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരുന്നു കൂട് നിർമ്മിക്കുന്നത്. മെയിൽ ബീസ് ക്യൂനുമായിട്ട് മെയ്റ്റ് ചെയ്യുക, ഫീമെയിൽ കൊണ്ടുവരുന്ന തേനും പൂമ്പൊടിയൊക്കെ കഴിച്ചു തീർക്കുക എന്നുള്ളത് മാത്രമാണ്. മെയ്റ്റ് ചെയ്യുന്നതോടുകൂടി ഇത് ഡെത്തായി പോവുകയാണ് ചെയ്യുന്നത്. ക്യൂൻ ബീനെ സെലക്ട് ചെയ്യുന്ന ഫീമെയിൽ ബീസ് ആണ്. ഫീമെയിൽ ബീസിൽ തന്നെ പ്രായം കുറഞ്ഞതായി 6 to 15 ഡേയ്സ് പ്രായമുള്ള ഫീമെയിൽ ബീസിന്റെ ഈ തലയുടെ മേളിലുള്ള 2 ഗ്ലാൻസുകൾ ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ദ്രാവകമാണ് റോയൽ ജെല്ലി. ഈ റോയൽ ജെല്ലി കൊടുത്താണ് ക്യൂൻ ബിഗ് സൈസ് ആയിട്ട് അതേപോലെ ഒരു ദിവസം 1000 to 2000 വരെ എഗ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഇവരുടെ ലൈഫ് സ്പാൻ 2 മന്താണ് ഓൾ ബീസിന്റെ. ക്യൂൻ ബിക്ക് മാത്രം ഈ റോയൽ ജെല്ലി കൊടുക്കുന്നതുകൊണ്ട് 4 ഇയർ ഉണ്ട്. ഈ റോയൽ ജെല്ലി നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ ആന്റി ഏജിങ് ആണ്. ഇത്തിരി പ്രായമായാലും പ്രായമാകാത്തതിന്റെ ബോഡി സ്ട്രെങ്ത് ഉണ്ടാകും. മുഖത്തിലെ ചുളിവുകളൊക്കെ മാറും. പിന്നെ ബ്രെയിൻ ഡെവലപ്മെന്റിനൊക്കെ ഏറ്റവും നല്ല കൂടുതൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഉണ്ടാകും. തേനീച്ച നമ്മൾ അടുത്ത് വരുമ്പോഴത്തേക്ക് ഒരു സൗണ്ട് കേൾക്കുന്നില്ലേ? അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ 1 മിനിറ്റിൽ 11,400 തവണ അതിന്റെ വിങ്സ് വെച്ച് അടിക്കുന്നതുകൊണ്ടാണ് അത്രയും സൗണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഹൈവിലുള്ള ബീസിന് 55,000 മൈൽ വരെ പറന്ന് തേനും പൂമ്പൊടിയൊക്കെ കളക്ട് ചെയ്യാൻ അവർക്ക് എളുപ്പമായിരിക്കും. ഫീമെയിൽ ബീസും മെയിൽ ബീസും ഡിഫറൻസ്, മെയിൽ ബീസിന് കുത്താനുള്ള സ്റ്റിങ്ങില്ല, ഫീമെയിലിന് മാത്രമേ ഉള്ളൂ. കുത്തുന്ന സ്റ്റിങ് കൊളുത്ത് പോലെയായിരിക്കും. ഇത് ഫോഴ്സ് ചെയ്ത് വലിച്ചെടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് അതിന്റെ ഡിഫറൻസ് ഒക്കെ പറ്റിയത് ഡെത്തായി പോവുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം ഒരു സൊവനിയർ ഷോപ്പ് ഉണ്ട് ഇവിടെ. അതുകൂടാതെ ഇവിടെ തേനിൻ്റെ ഒരു കളക്ഷൻ തന്നെയുണ്ട്. 23 വെറൈറ്റീസ് ഓഫ് ദ ഹണി ഈസ് അവൈലബിൾ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ തന്നെ സിഡർ ഹണി, സ്റ്റിങ്ലെസ് ഹണി, എനിക്കൊന്നും അറിയില്ല എന്തൊക്കെയാണ്. കുറേ തരം ഉണ്ട് ഇവിടെ. അതൊക്കെ സെല്ലിങ്ങിന് വെച്ച് ഇതൊരു പ്രൈവറ്റിൻ്റെ അണ്ടറിലുള്ളതാണ്. പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സ്പൈസസ് ഉണ്ട്, കോഫി പൗഡർ ഉണ്ട്, ഒരുപാട് സൊവനിയേഴ്സ് അതർ സൈഡിലുണ്ട്, ചോക്ലേറ്റ്സ് ഉണ്ട്. ഞാനെപ്പോഴും പറയുന്നത് വെച്ചാൽ മസ്റ്റ് വിസിറ്റ്. വട്ടവട വന്നാൽ ഇത് വിസിറ്റ് ചെയ്തിട്ട് പോകണം. പിന്നെ ഈ മ്യൂസിയത്തിൻ്റെ ചുറ്റുപാടായിട്ട് കുറച്ച് സ്ട്രോബെറി ഫാംസും ഉണ്ട്. നമുക്കൊരു പ്രാവശ്യം മൂന്നാറിൽ നിന്ന് വരുന്നതാണെന്നുണ്ടെങ്കിൽ ഈ ടോപ്പ് സ്റ്റേഷനിൽ നിന്നും ഒരു 12 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്താൻ സാധിക്കും. അത്യാവശ്യം നല്ല നൈസ് വെതറാണ്.